ഗായ്സ് ഇങ്ങനെ ഒരു വലിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ വിചാരിച്ച കാര്യമല്ല. ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മിക്ക് വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണ് ഗായ്സ്. അത് ഞാൻ അത്യാവശ്യം ലെങ്ത് ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഒരു ബർത്ത്ഡേ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുത്താലോ എന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും പോസ്റ്റ് ചെയ്യുക. കുറേ നാളായി അത്യാവശ്യം ഒരു ലെങ്ത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങില്ലേ? നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ തുള്ളലും ചാട്ടലും ഒക്കെ ചാട്ടലോ അതെന്താ ഞാൻ ഉദ്ദേശിച്ചത് തുള്ളലും ചാട്ടവും ഒക്കെ ഉണ്ടാകും. ബട്ട് നെവർ മൈൻഡ് ചെയ്യരുത് ഗൈസ്, മൈൻഡ് ചെയ്യരുത് നിങ്ങൾ. കാരണം ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ വെച്ച് തുള്ളി ഭയങ്കര ഹാപ്പി ഇങ്ങനെ ഹൈപ്പർ മൂഡിലാണ് ഞാനിങ്ങനെ ഗെറ്റ് റെഡി ചെയ്യുന്നത്. അതിൻ്റെയാണ്, വേറൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ അണ്ടർ 500 താഴെ വരുന്നൊരു മോയ്സ്ചറൈസറാണ് ഗൈസ്. പോൺസിൻ്റെ നല്ല മോയ്സ്ചറൈസറാണ്, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു സൺസ്ക്രീനാണ്. നമ്മുടെ കഫേൻ ബ്രാൻഡിൻ്റെ നല്ലൊരു സൺസ്ക്രീനാണ്. അത്യാവശ്യം എന്താണ് SPA 50 PA+++++ അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ അതൊന്നും. പിന്നെ അതുപോലെ തന്നെ അതിൽ ഓയിൽ ഫേസ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. വലിയ ഓയിൽ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വൈറ്റ് കാസ്റ്റിങ്ങോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഈ കോപ്രാട്ടി ഒന്നും കണ്ട് ആരും ഞെട്ടരുത്. ഈ പെങ്കൊച്ചെന്താ ഇങ്ങനെ കാണിക്കണേ, 8ൻ്റെ കുറവുണ്ടോ 10ൻ്റെ കുറവുണ്ടോ എന്നൊന്നും ചിന്തിക്കരുത്. ചില സമയങ്ങളിൽ ഞാനിങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ ഗായ്സ്, നല്ല പോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഫേസിൽ നല്ലോണം ഒബ്സർവ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ തേക്കണതിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഇവിടെ. പിന്നെ ഞാനെല്ലാം കൈ കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അത്യാവശ്യം മാക്സിമം നല്ലപോലെ തന്നെ മാനേജ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അങ്ങോട്ടുള്ള എല്ലാ മേക്കപ്പ് നിങ്ങൾ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ടൂൾസോ കാര്യങ്ങളോ അല്ല. ഇതിൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നതിൻ്റെ എ പോലും എനിക്ക് അറിയാൻ പാടില്ല, അതാണ് സത്യം. ഓക്കെ, പിന്നെ എൻ്റെ ഈ മുഖത്ത് കുറേ കുരുണ്ട് ഗായ്സ്. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഷുഗർ, പിന്നെ അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ ടൈം ആകുമ്പോൾ കുരു വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഷുഗർ ഞാൻ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് കുരു വരാറുണ്ട്. പക്ഷേ ഷുഗറൊക്കെ കട്ട് ചെയ്യണം ഞാൻ പലതവണ വിചാരിക്കും, ബട്ട് നടക്കില്ല. ഞാൻ പറഞ്ഞു എങ്ങോട്ടാ. ഓക്കെ, അടുത്തത് നമ്മുടെ ഫേസ് ഗ്ലോ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു ബ്രൈറ്റായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോൺസിൻ്റെ തന്നെ ഒരു ബ്രൈറ്റനിങ് ക്രീമാണ് ഗൈസ്. നല്ല രസമാണ് അത് കാണാൻ, നല്ലതാണ്, നല്ല പ്രൊഡക്റ്റാണ്, വേർത്താണ്. എനിക്ക് തോന്നുന്നു 100 റുപ്പീസോ അങ്ങനെ എത്രയേ ഉള്ളൂ അതിന്. വേർത്താണ് ഗൈസ്, അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി യൂസ് ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമ്മൾ ഒരു ഡെയിലി റുട്ടീനൊക്കെ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. നമ്മുടെ ഡെയിലി മേക്കപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. അധികം മേക്കപ്പൊന്നും വേണ്ട, ഇടണ്ട അങ്ങനെയുള്ള അവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ പറഞ്ഞ പോൺസിൻ്റെ ക്രീം അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ആ മേക്കപ്പൊക്കെ ഇട്ട് റെഡി ആവണം ഗൈസ്. അപ്പോൾ ഞാൻ കുരുവിൻ്റെ കഥ പറഞ്ഞു വന്നത്, ബർത്ത്ഡേയുടെ കറക്റ്റ് ടൈമിന് തന്നെ ഇതുപോലത്തെ കുരുകൾ പൊന്തി വരും. ഇപ്പോൾ എന്താണെന്നറിയില്ല, അത്യാവശ്യം ഫേസിൽ ഞാൻ സ്കിൻ കെയർ തുടങ്ങിയത് കൊണ്ടാന്ന് തോന്നണു നല്ല റിസൾട്ട് കണ്ടുവരുന്നുണ്ട്. ഫേസിലിപ്പോൾ വലിയ പിമ്പിൾസ് ഇല്ല, ഉള്ളതൊക്കെ പാച്ചസും അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ പോയ പാടും സ്പോസും ഒക്കെയാണുള്ളത്. തീരെ പിരികില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും കറുപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചായം തേക്കാം പിരികത്ത്. അതുകൊണ്ട് നമ്മുടെ ആ ഉറങ്ങിക്കിടക്കുന്ന പപ്പും പൂടേനെയൊക്കെ ഒന്ന് എണീപ്പിച്ച് നിർത്തണം. ഫോട്ടോഷൂട്ടിൽ നമ്മുടെ ഐബ്രോസ് ശരിക്കും അടിപൊളിയായിട്ട് നമ്മുടെ ഫേസിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, നല്ലൊരു റോള് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം ഐബ്രോസ് അത്യാവശ്യം നല്ല വൃത്തിക്ക്, നല്ല ബോൾഡായിട്ട്, നല്ല രസമായിട്ട് കാണാനുണ്ടെങ്കിലേ ആ ഒരു ഭംഗി കംപ്ലീറ്റ് ആകുള്ളൂ. എങ്ങനെ? അപ്പോൾ നമ്മളിനി അടുത്തത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലിപ് ബാമാണ് ഗായ്സ്. എൻ്റെ ഈ മേക്കപ്പ് ട്യൂട്ടോറിയലൊന്നും കണ്ട് നിങ്ങൾ അനുകരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല, ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. കൂടെ ഞാനൊരു വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ ഗായ്സ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് മമ്മാറത്തിൻ്റെ ലിപ് ബാമാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ തട്ടി ഫോണൊന്ന് വീഴാൻ പോയി, അപ്പോൾ അത് ഞാൻ വെച്ചതാണ്, അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അങ്ങനെ ഞാൻ ഈ മേക്കപ്പ് തീരാനായി നമുക്കൊരു ലിപ്സ്റ്റിക് അല്ല ഗൈസ്, ഇത് ഹൈലൈറ്ററാണ്. സോ നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസൊക്കെ ഒന്ന് ചീക്ക്, അതുപോലെ മൂക്കിൻ്റെ അറ്റത്ത് എന്തിനാ ഇടണമെന്ന് എനിക്കറിയില്ല, തിളങ്ങി നിൽക്കും, എനിക്കതേ അറിയുള്ളൂ ഗൈസ്. അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ്. ശുഭം താഴെ പോയി. ഇനി നമുക്കത് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് നല്ലതാട്ടോ, സ്ട്രോബ് ക്രീം
ഒത്തിരി ആൾക്കാർ ഈ സ്ട്രോ ക്രീം യൂസ് ചെയ്തിട്ട് ചിലവർ ഇത് കംപ്ലീറ്റ് ഫേസ് അപ്ലൈ ചെയ്യും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടിയിട്ട്. ചിലവർ ഈ ഫൗണ്ടേഷൻ്റെ കൂടെയൊക്കെ അപ്ലൈ ചെയ്യും. ബട്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന സ്ഥലത്ത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൈയും കൊണ്ട് തന്നെ ഞാനത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്യാറില്ല, അതിനും മാത്രം ഞാൻ ആയിട്ടില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കലയാണ്. പക്ഷേ എൻ്റെ ഇതിന് മേക്കപ്പ് എന്ന് നമുക്ക് എഴുതി പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിലോട്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഞാൻ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ, നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഒരു ഐ ഷാഡോ നമുക്ക് ഏത് ഷെയ്ഡ് എടുക്കുമെന്നാണ് എനിക്ക് ഡൗട്ട്. എൻ്റെ ഒരു റോസല്ല, ഒരു മജന്ത ഷെയ്ഡാണ് എൻ്റെ ഡ്രസ്സ് തന്നെ. അപ്പോൾ അത്യാവശ്യം ഒരു മജന്ത ഷെയ്ഡൊക്കെ വരണം, അല്ലെങ്കിൽ കുറച്ചൊന്നും ഇങ്ങനെ തിളങ്ങി നിൽക്കണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നല്ലൊരു ഷെയ്ഡ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഷെയ്ഡും കൂടി എല്ലാം ഞാൻ കൈ കൊണ്ടാട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ച് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ലതാണ് ഐ ഷാഡോ. നമ്മൾ ഈ മേക്കപ്പ് ചെയ്യുന്ന സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് വേറെ ആരെയും കാണിക്കാൻ അങ്ങനെയൊന്നുമല്ല ഗൈസ്. നമ്മളെ ഹാപ്പി ആക്കി ഇരുത്തുക, അല്ലെങ്കിൽ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് തോന്നണം വാ സൂപ്പർ എന്ന് തോന്നണം, അതിനു വേണ്ടി മാത്രം. അതുപോലെ നമ്മൾ ഫോട്ടോസൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് കഴിയുമ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട് കിട്ടാൻ, ആ ഒരു സന്തോഷം കിട്ടാനാണ് ഗൈസ്. ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക്, കണ്ണെഴുതുക എന്ന് പറയുന്നത്. ഈ കണ്ണെഴുതിയില്ലെങ്കിലും നമ്മുടെ ഈ മേക്കപ്പ് കംപ്ലീറ്റ് ആകില്ല. ബട്ട് ഈ കണ്ണെഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു കണ്ണ് മലപ്പുറത്തോട്ടാണെങ്കിൽ മറ്റേ കണ്ണ് ഗോവയിലായിരിക്കും. നല്ല വ്യത്യാസമില്ലേ മലപ്പുറം ഗോവ? അതെന്തിനാണ് ഇപ്പം എൻ്റെ വായി വന്ന പോലെ എനിക്കറിയാൻ പാടില്ല. പക്ഷേ അത്രയ്ക്ക് വ്യത്യാസമാണ് ഗൈസ് ഞാൻ കണ്ണെഴുതി കഴിഞ്ഞ് ഉണ്ടാവാറ്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ സാധാരണ ഒരു വാലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇന്നെന്തോ ഇങ്ങനെ കണ്ണ് കുറച്ച് ഇങ്ങനെ വാലൊക്കെ ഇങ്ങനെ വേണമെന്നൊക്കെ വിചാരിച്ചാണ് എഴുതുന്നത്. എന്ത് വരും എങ്ങനെ വരും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ സാധാ ഐലൈനർ, ഡാസ്ലറുടെ സാധാ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എന്തൊക്കെയോ കോപ്രാട്ടിയൊക്കെ കാണിച്ചിട്ട് ഞാൻ കിട്ടണ ടൈമിന് ഞാൻ കോപ്രാട്ടി കാണിക്കുന്നുണ്ട്. ഒരു ഗ്യാപ്പ് പോലും ഞാൻ മിസ്സാക്കുന്നില്ല. എന്നിട്ട് ഞാൻ കണ്ണെങ്ങനെയൊക്കെയോ ഞാൻ എഴുതി കൊടുക്കുകയാണ് ഗൈസ്. കണ്ണെഴുതുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു ടാസ്ക്കാണ്. രണ്ടും ഒരേപോലെ വരണം. പിന്നെ വേറൊരു കാര്യമാണ്, ഈ കണ്ണെഴുതുന്ന സമയത്ത് എൻ്റെ ഫേസ് ചിലപ്പോൾ ഇങ്ങനെ തുറന്നിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ കൂർപ്പിച്ച് പിടിക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ആരും ചോദിക്കരുത്, അത് നോർമലി അങ്ങനെ വന്നു പോകുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ണെങ്ങനെയോ എഴുതി കൊടുത്ത് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു, അതാണ് ആ കോപ്രായം കാണിക്കുന്നത്. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയാണോ കാണിച്ച് കൂട്ടണേ. ആ പാട്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇനി ഞാൻ എടുത്ത ഒരു പൊട്ട്, ഏതെങ്കിലും ഒരു കളറല്ല, നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഒരു കളർ പൊട്ട് ഞാനിവിടെ തപ്പി കണ്ടുപിടിക്കുകയാണ്. ഇനി ആ പൊട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആകും. ബട്ട് നമ്മുടെ മെയിൻ സാധനം നമ്മൾ അപ്പോഴും ഇട്ടില്ല, നമ്മുടെ ലിപ്സ്റ്റിക് ഇടാനുണ്ട്. അങ്ങനെ ഞാൻ തപ്പി കളർ പൊട്ടിൻ്റെ ഡെപ്പിയാട്ടോ, അതാണ് കുറച്ച് നേരം പിടിക്കണേ, കൈ കിട്ടണ്ടേ. ഈ ഒരു കളറാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത്. ഇത് പിങ്ക് അല്ലേ നിങ്ങൾക്ക് തോന്നും, ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ. പിന്നെ അടുത്ത ഞാൻ നൈക്കയുടെ നല്ലൊരു ഷെയ്ഡാണിത്. ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് തന്നെയാണ്. ഇന്നിപ്പോൾ ബർത്ത്ഡേ ഷൂട്ടാണ്, കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ ഈ നേരത്ത് ഈ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുത്തത് നിലവിൽ. ഇതാണ് ഷെയ്ഡ് വരുന്നത്. നല്ലതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ലിപ്സ്റ്റിക്ക്. തീരാനായി. ഇത് ശരിക്കും ചേച്ചിയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയ ലിപ്സ്റ്റിക്കാണ് ഗൈസ്. നല്ല ലിപ്സ്റ്റിക്കാണ് അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ചേച്ചി ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഓരോ പല സാധനങ്ങളും അവളുടെ അടുത്ത് അടിച്ചു മാറ്റാറുണ്ട്. സോ നമ്മുടെ മേക്കപ്പ് അങ്ങനെ ഫൈനൽ ലുക്കിലോട്ട് എത്തി. ഇത് ക്യാമറയിലോട്ട് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എനിക്കെപ്പോഴും തോന്നി ഇത് ഭയങ്കര ഓവറാണ്. പക്ഷേ വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഫേസിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനുണ്ടാവില്ല. ജസ്റ്റ് ഒരു ഐലൈനറോ ഒരു പൊട്ടോ ലിപ്സ്റ്റിക്കോ ഇത്ര കാണാനുണ്ടാവുള്ളൂ. അതിന് മുന്നേ ഞാൻ ഇട്ട ക്രീമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഫേസ് ഗ്ലോയോ ഒന്നും ഉണ്ടാവാറില്ല. ഇനി ഞാൻ ഫൈനലി ഒരു സാധനം മറന്നുപോയി, അതുകൊണ്ട് അതും കൂടി കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചു. മസ്കാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഏതോ മസ്കാരയാണ് ഗൈസ്, കുറേ നാളായി മേടിച്ചിട്ട്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ കൺപീലിയൊക്കെ പോകുമോ എന്തോ കണ്ടറിയാം. ആകെ 2, 3, 4 പപ്പേ ഉള്ളൂ. പപ്പും കൂടിയേ ഉള്ളൂ. ഇനി അതെന്താവുമെന്ന് കണ്ടറിയാം ഗൈസ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ കണ്ണിൻ്റെ മൂലക്ക് കണ്ടു, കണ്ണിൻ്റെ അറ്റത്തൊരു ഷൈനി കണ്ടു.
ഇതൊരു സ്പെഷ്യൽ സാധനമാണ് ഗൈസ്. അത് ഞാൻ എന്തിനായിട്ട് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമാണ് ഇത് കാണാൻ ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് മാത്രം ഞാനത് ഇട്ടു. ഇതൊന്നും ഫോട്ടോയിൽ കിട്ടുമോയെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഒരു ട്രാൻസിഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. മനസ്സിലായില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഗൈസ് ഡ്രസ്സ് വന്നിട്ട് ഒരു ഫ്രോക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതേ അല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ സാധാരണ പോലെയാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ടാണിത്. ഇതെന്തായാലും ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. എന്തായാലും ഞാനിവിടെ ഫോട്ടോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഗൈസ്. നിങ്ങൾ കാണണം ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോണും കൂടി വീഴാൻ പോയി. ഇനി നമ്മൾ ഹെയർ ആണ് ഗൈസ്. ഞാൻ എപ്പോഴും പെട്ടുപോകാറുള്ളൊരു സ്ഥലം ഹെയറിലാണ്. കാരണം എന്തൊക്കെ ഡ്രസ്സിൻ്റെ തലയ്ക്ക് താഴത്തോട്ട് ഞാൻ എന്തൊക്കെ മേക്കപ്പ് എന്തൊക്കെ സ്റ്റൈൽ ചെയ്താലും എനിക്ക് തലയ്ക്ക് മേളിലോട്ട് എനിക്ക് ഒരു സ്റ്റൈലേ വരുള്ളൂ, അത് പോണിറ്റെയിലാണ്. പക്ഷേ ഇന്ന് പോണിറ്റെയിൽ ഈ ഒരു സ്റ്റൈലും ഇത് ജസ്റ്റ് ഞാൻ ഭയങ്കര ലേസി, ഹെയറിൻ്റെ കാര്യത്തിൽ ഭയങ്കര ലേസിയാണ് ഞാൻ. അത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ക്രാബ് എടുത്ത് കുത്തി അതിൻ്റെ ഇടയിൽ കൂടി വന്ന മുടിയടക്കം ഞാൻ സൈഡിലോട്ട് ഒതുക്കി വെക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? എൻ്റെ ലേസിനെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ആ മുടി പോലും ഞാനെടുത്ത് രണ്ടാമത് ആ ക്രാബിൻ്റെ കൂടെ ചേർത്ത് പിടിപ്പിക്കാൻ എനിക്ക് ആവുന്നില്ല. സോ അത് കഴിഞ്ഞ് ഞാനൊരു കമ്മലും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. ഇതാണ് കമ്മൽ. ഇതെൻ്റെ അഖിലേച്ചി മേടിച്ചെന്ന പുതിയ കമ്മലാണ് ഗൈസ്. എൻ്റെ മൂത്ത ചേച്ചി മേടിച്ചെന്നാണ്. ഈ കമ്മൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ കുറേ നാളായിട്ട് നോക്കി നടന്ന് എൻ്റെ വിഷ് ലിസ്റ്റിലൊക്കെ ഇട്ട് വെച്ചൊരു സാധനമായിരുന്നു. സോ ഫൈനലി അതെൻ്റെ ചേച്ചി എന്നെ മേടിച്ച് വന്നു. അങ്ങനെ ചേച്ചിമാരുള്ള എൻ്റെ ഗുണമാണ് ഈ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഏകദേശം ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി എങ്ങനെയാണ് ഫോട്ടോഷൂട്ടും കൂടി കണ്ടിട്ട് പോയാൽ മതി. ബൈ ബൈ.